ഇപ്പോൾ ഇങ്ങനെ പോയാൽ ഇനിയും അധികാരം കിട്ടിക്കഴിഞ്ഞാലാണ് തീരെ പാർട്ടി ഇല്ലാതാവുക എന്ന് തിരിച്ചറിയുന്ന നേതാക്കന്മാരും അനുയായികളും ആ പാർട്ടിയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. CPM ഇനി ബാക്കിയാവാൻ പോകുന്നത് ഭരണം കിട്ടാഞ്ഞാലല്ല, ഭരണം കിട്ടിയാലാണ്. കാരണം ഒന്നാം പിണറായി സർക്കാർ എത്ര ഭേദമായിരുന്നു, രണ്ടാം പിണറായി സർക്കാർ എത്ര മോശമായി എന്ന് ആ മുന്നണിയിലും പാർട്ടിയിലുള്ള ആൾക്കറിയാം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ ഇപ്പോൾ ജിൻഡോ ജോൺ പറയാത്തൊരു ഉദാഹരണം ഞാൻ പറയാം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നൊരു സംഗതി പിണറായിക്ക് മുമ്പില്ല. ഒന്നാം പിണറായി സർക്കാരാണ് അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം ഉണ്ടാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു ജലീൽ. ഇപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്നത് ശ്രീമതി ബിന്ദുവാണ്. ഇവിടെ ഏറ്റവും കുഴഞ്ഞു കിടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസമാണ്. കാരണം ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് കൃത്യമായിട്ട് വൈസ് ചാൻസലർ ഉള്ളത്, എവിടെയാണ് ചാൻസലറും പ്രോ ചാൻസലറും ഒക്കെ ആയിട്ട് ഒരു നല്ല ബന്ധമുള്ളത്, എവിടെയാണ് മര്യാദയ്ക്ക് സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആരെയാണ് VC ആക്കുന്നത്, ആരെയാണ് PVC ആക്കുന്നത് എന്നൊക്കെ ആ ഉന്നത വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. എനിക്കത് വല്ലാതെ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ആ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. വളരെ കാലം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നു, കോളേജിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഈ തരത്തിൽ സ്വന്തം അണികൾക്ക് തന്നെ അഭിമാനപൂർവ്വം മറുപടി പറയാൻ കഴിയാത്ത തരത്തിൽ ചില ക്യാപ്സൂളുകൾ ഉപയോഗിച്ച് കള്ളം പറയുകയോ അല്ലെങ്കിൽ അന്യായമായി ന്യായീകരിക്കുകയോ ചെയ്യുന്നതിനപ്പുറത്ത് അവനവന് ബോധ്യം വരുന്ന മട്ടിൽ ഒരു കാര്യം പറയാൻ വയ്യാത്ത സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഏത് മണ്ഡലത്തിലും ഈ തരത്തിൽ ഒരു ഒഴുക്ക് ഉണ്ടാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് അവർ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവരെപ്പോഴും അപകടം കാണിക്കുന്ന കൂട്ടരാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ 2011 മുഖ്യമന്ത്രിയായിരിക്കെ ശ്രീ പിണറായി വിജയൻ രണ്ടാമത് മത്സരിക്കാൻ വരുന്നു. ഇവിടെ ധർമ്മടത്ത് ആരായിരുന്നു എതിർ സ്ഥാനാർത്ഥി? K. രഘുനാഥ് എന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ നിന്ദിച്ച് പറയല്ല. പിണറായി വിജയൻ്റെ എതിരാളിയായിട്ട് നിർത്താൻ ആരെയാണ് ഈ പാർട്ടി കണ്ടത്? അദ്ദേഹത്തിന് 45,000 വോട്ട് കിട്ടിയപ്പോൾ പിണറായിയുടെ ഭൂരിപക്ഷം തന്നെ 50,000 ആയിരുന്നു. പോട്ടെ, അത്ര വലിയ ഇപ്പോൾ തവനൂരിൽ KT ജലീൽ മത്സരിക്കുന്നു. ആരാണ് എതിർ സ്ഥാനാർത്ഥി? രാഷ്ട്രീയമേ ഇല്ലാത്ത ഫിറോസ് കുന്നംപറമ്പിൽ എന്നൊരാളാണ്. അവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിലെ യുവജന നേതാക്കന്മാരിലെ ഒരു പാർട്ടിക്കാരനായിട്ട് അനവധി കാലം UDF വേണ്ടിയോ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിനെ നിർത്താതെ അവിടെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഒരു തരത്തിലും മേൽവിലാസമില്ലാത്ത വേറെ രംഗത്ത്, അതായത് ചികിത്സയ്ക്ക് പണം സംഭരിക്കുന്ന തരത്തിൽ ഒരു പൊതുപ്രവർത്തകൻ, ഞാൻ അദ്ദേഹത്തെ നിന്ദിക്കാനല്ല പറയുന്നത്, അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലാത്ത അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ സ്ഥാനാർത്ഥി നിർണയത്തിൽ എപ്പോഴും അബദ്ധം കാണിക്കുന്ന ഒരു പരിപാടി അവർക്കുണ്ട്. പിന്നെ ഇപ്പോഴുള്ളൊരു പ്രശ്നം, കോൺഗ്രസിൻ്റെ 3 MLA-മാരുടെ പേരിൽ പലതരത്തിലുള്ള കളങ്കമുണ്ട്. അതിലേറ്റവും പ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിലാണ്, കൊല്ലത്തെ MLA, വേറെ ഒന്ന് പെരുമ്പാവൂർ MLA എൽദോസ് കുന്തപ്പള്ളിയാണ്, വേറെ ഒന്ന് കോവളത്തെ MLA M. വിൻസെൻ്റാണ്. ഈ 3 പേർക്കും ടിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ടിക്കറ്റ് കൊടുക്കുകയില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം കോൺഗ്രസിനില്ല. അല്ലെങ്കിൽ അവർ പറഞ്ഞായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. പിന്നെ ഇത്തരം കളങ്കിതർ അപ്പുറത്തുണ്ട്. അതായത് ഇപ്പോൾ കൊല്ലത്തെ MLA M. മുകേഷ്, അല്ലെങ്കിൽ നേരത്തെ ഷൊർണൂരിൽ MLA ആയിരുന്ന PK ശശി, പാർട്ടിയുടെ ഇത്തരം അപവാദങ്ങൾക്കും കേസുകൾക്കും നടപടി നേരിട്ട P. ശശി, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഇപ്പോഴത്തെ മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാർ, ഇവരൊക്കെ ഈ തരത്തിൽ ലൈംഗിക അപവാദങ്ങളും കേസുകളും നേരിട്ട ആളുകളാണ്. അപ്പോൾ കളങ്കിതരായ ആളുകളെ മാറ്റി നിർത്തുക എന്നൊരു പരിപാടി ഉണ്ടോ? അത് പറയാൻ പറ്റണമല്ലോ. കാരണം ജനങ്ങളുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഈ തരത്തിലുള്ള കേസുള്ള ആളുകളെ, ഇത്തരത്തിൽ അക്രമം കാണിച്ച ആളുകളെ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, എന്നിട്ടും അദ്ദേഹം മത്സരിക്കുകയില്ല, അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുക്കുകയില്ല എന്ന് പറയാൻ PJ കുര്യനെ പോലെ മുതിർന്ന ഒരു നേതാവിന് പോലും പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനം ജനസേവനമാണ്. അതിന് ഏറ്റവും വേണ്ടത് ആളുകളുടെ സ്വഭാവശുദ്ധിയാണ്. ഈ സ്വഭാവശുദ്ധി ഇല്ലാത്ത ആളുകളെ മത്സരിപ്പിക്കുന്നു. പിന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല, ഇവിടെ എപ്പോഴും വരുന്നൊരു കാര്യമാണ്, ഒരാൾ MLA ആയിരിക്കുമ്പോൾ അയാൾ MP ആയിട്ട് മത്സരിക്കുക. ഇപ്പോൾ PV അൻവർ നിലമ്പൂർ MLA ആയിരിക്കുമ്പോൾ പൊന്നാനി പോയിട്ട് MP ആയിട്ട് മത്സരിക്കും. ഇതുപോലെ മുകേഷ് കൊല്ലത്ത് MLA ആയിരിക്കുമ്പോൾ MP ആയിട്ട് മത്സരിക്കും. അതുപോലെ തിരിച്ചും. ഇപ്പോൾ പാലക്കാട് MLA ആയിരിക്കുമ്പോഴാണ് ഷാഫി
വടകര ചെന്ന് മത്സരിക്കുന്നത്. അദ്ദേഹം ജയിച്ചു, മറ്റു രണ്ടാളും തോറ്റു. അപ്പോൾ ഈ തരത്തിൽ MLA MP ആയിട്ട് മത്സരിക്കുക, MP MLA ആയിട്ട് മത്സരിക്കുക, ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് എല്ലാ പാർട്ടിക്കാരും എല്ലാ മുന്നണിക്കാരും ആലോചിക്കണം. കാരണം അതിലൊക്കെ ഒരു അനൗചിത്യമുണ്ട്. അതിലൊക്കെ അവരുദ്ദേശിച്ചാലും ഇല്ലെങ്കിലും സാങ്കേതികമായിട്ട് അത് ശരിയാണ്, അതിലൊരു തെറ്റുമില്ല. ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുന്ന ഒരു കാര്യം അത്. പക്ഷേ ജനങ്ങളെ പരിഹസിക്കുന്ന ഒരു അംശം, ജനങ്ങളെ വിലവെക്കാത്ത ഒരു അംശം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ വരുന്ന മിക്ക ആളുകളും പലപ്പോഴും തോൽക്കാണ് പതിവ്. അതിൻ്റെ സന്ദേശം കൂടി പാർട്ടികളും മുന്നണികളും മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഒരു കാര്യം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്.